കഥയല്ലിതു ജീവിതം. നമസ്കാരം. കഥയല്ലത് ജീവിതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമൃത ടിവിയും കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റിയും ഒന്നിക്കുന്ന ഈ പരിപാടിയിൽ ഇന്ന് നമുക്ക് നിയമസഹായം നൽകുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കെൽസ പാനൽ മെമ്പേഴ്സ്, ജുഡീഷ്യൽ മെമ്പർ ബഹുമാന്യ ജഡ്ജ് ശ്രീമതി ലീലാമണി, അഡ്വക്കേറ്റ് മെമ്പർ ശ്രീ ജി വാസവൻ, സാമൂഹ്യ പ്രവർത്തക ശ്രീമതി രസീന വിശ്വംഭരൻ. എല്ലാവർക്കും സ്വാഗതം. കഥയല്ലിതു ജീവിതം. എൻ്റെ നാട്ടിൽ വന്ന് 5 പവൻ്റെ സ്വർണം മേടിച്ചായിരുന്നു. അതിൽ കല്യാണത്തിന്റെ റിസപ്ഷൻ കഴിഞ്ഞ് കൊടുക്കാന്നാണ്. ഇതൊന്നും ഞാൻ ഗൾഫിൽ നിൽക്കുന്ന ഞാൻ അറിയുന്നില്ല. എൻ്റെ ഭാര്യയാണ് പോയി അപ്പോൾ അനീത്ര കല്യാണത്തിന് എൻ്റെ പേര് പറഞ്ഞാൽ മേടിച്ച് അവർ 70,000 രൂപ കൊടുത്തിട്ടുള്ളൂ. ബാക്കി പൈസ കൊടുക്കാൻ പറ്റിയില്ല. ആ സമയത്താണ് എൻ്റെ അമ്മയുടെ മരണം നാട്ടിൽ വരുന്നത്. എൻ്റെ അടുത്ത് അവൻ ചോദിച്ചായിരുന്നു. ഈ കാര്യം ഞാൻ ഇവരെ വീട്ടിൽ ഇരുന്ന് ചോദിച്ചതാണ് പ്രശ്നം. അന്നത്തെ സംഘർഷാവസ്ഥ തുടങ്ങാൻ കാരണം ഒരുപാട് കാര്യങ്ങൾ ഇവരിൽ നിന്ന് എനിക്ക് പീഡനങ്ങൾ തരുന്നതാണ്. അല്ലാതെ ഞാനൊരു മനഃപൂർവ്വം എൻ്റെ കുട്ടികളെ എൻ്റെ മക്കളെ ഉപേക്ഷിച്ചിട്ട് പോയതല്ല. ഇവരാൾക്കാരെല്ലാം കൂടി ഒരു പട്ടി അടിക്കുന്ന കണക്കോലെ എന്നെ അവിടെ ഇട്ട് അടിച്ചായിരുന്നു. അന്ന് രാത്രി ഞാൻ ഇറങ്ങുന്നത് ഞാൻ ഗൾഫിൽ പോകാൻ പിന്നെ 4 ദിവസമേ ഉള്ളൂ. എന്റെ ശിവപ്രസാദേ, നിങ്ങളെ പോലെ ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ അവിടെ ചെന്ന് അവരെല്ലാം കൂടെ അടിച്ചാൽ നിങ്ങൾ കൊണ്ടുകൊണ്ട് വെറുതെ പോകുമെന്ന് പറയാൻ മാത്രം വിഡ്ഢികളൊന്നും അല്ല ഞങ്ങൾ. ഞാൻ 12 മണിക്ക് ഞാൻ ഒറ്റയനല്ല, അവരാൾക്കാർ എല്ലാവരും കൂടെ ഒരു ഗ്രാമമാണ് അവിടെ. ആ പരവൂർ എന്തുകൊണ്ട് പോലീസിൽ പോയി പരാതി കൊടുത്തില്ല? പോലീസിൽ പരാതിയായിരുന്നു. പിറ്റേന്നത് നിങ്ങളെ ഉപദ്രവിച്ചതിന് പരാതി കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ട്. ഇവള് വിളിച്ച് എൻ്റെ രാഷ്ട്രീയക്കാർ ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് ഇവരെ വീട്ടിൽ പോയി മധ്യസ്ഥ പറഞ്ഞു, പോലീസ് സ്റ്റേഷനിൽ പോയി. ഇവളെ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. പാരിപ്പള്ളി പരവൂർ സ്റ്റേഷനിൽ അന്ന് വിളിച്ചായിരുന്നു. പരവൂർ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ ഒത്തീർപ്പ് വിട്ടതാണ്. കൊല്ലം SP ഓഫീസിൽ ഇവള് പരാതി കൊടുത്തു. അവിടുന്ന് എന്നോടൊപ്പം ഞാൻ അവിടെ പറഞ്ഞ സദസ്യത്രേ ഉള്ളൂ. പഞ്ചായത്തിൽ നിന്ന് എനിക്കൊരു വീട് കിട്ടി, 2 മാസത്തിനകം അതിൻ്റെ ഒരു അടുക്കള പൂർത്തിയാവും, എന്നിട്ട് ഞാൻ ഇവളുമായിട്ട് ജീവിക്കാമെന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയതാണ്. ഇവള് ഞാനും കൂടെ പുറത്തിറങ്ങിയപ്പോൾ ഇവൾ എന്നെ വിളിച്ച ഭാഷയ്ക്ക് കയ്യും കണക്കൂല. എന്നാ എന്നെ മൃഗീയമായിട്ട് എന്നെ ഇവളെ ഉപദ്രവിച്ച് കിടന്നു. ഭാഷ കൊണ്ട്, അടികൊണ്ടല്ല, ഭാഷ കൊണ്ട്. കടക്കമണ്ണിൽ എൻ്റെ ഭാര്യ, നിൻ്റെ ഭാര്യയാണെങ്കിൽ, ഞാൻ മോഹൻദാസിൻ്റെ മകളാണെങ്കിൽ കടക്കമണ്ണിൽ നിന്നോടൊപ്പം ജീവിക്കത്തില്ല. കാര്യം നീ കണ്ട സ്ത്രീകളോടൊപ്പം ജീവിക്കുന്നവനാണ്. എന്നെ ഒരുപാട് അഭിഖ്യാതകൾ പറഞ്ഞ് പുറത്തായി പോയ സ്ത്രീയാണ്. കൗൺസിൽ സെൻറ്റർ പറഞ്ഞിരിക്കും എന്നോടൊപ്പം ജീവിക്കാൻ വരാമെന്നാണ്. കാര്യം അവിടെ ആദ്യത്തെ കൗൺസിലിംഗ് കഴിഞ്ഞപ്പോൾ എൻ്റെ പരാതിയെല്ലാം കേട്ടിട്ട് ഞങ്ങളെ കുടുംബ കോടതിയിലേക്ക് വിടാമെന്ന് പറഞ്ഞു. ലാസ്റ്റ് ഒരു 4 പേര്, സാറിനെ പറഞ്ഞ 4 പേര് കൗൺസിലിംഗ് വെച്ചിട്ട് എൻ്റെ ഒരു അഭിപ്രായം അവർ കേട്ടിട്ടില്ല. ഇനി ഞങ്ങൾക്കൊന്നും കേൾക്കണ്ട, നിനക്ക് 3 മക്കളുണ്ട്, നിൻ്റെ 3 മക്കളും ഭാര്യയായിട്ട് നീ ജീവിക്കുക, നിൻ്റെ ഒരു കാര്യം ഇവിടെ കേൾക്കണ്ട, ഞങ്ങളെല്ലാം കേട്ടതാണ്. ഈ മാസം നിനക്ക് ആ പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് ജീവിക്കാൻ പോകാൻ പറ്റുമെന്ന് ചോദിച്ചു. അവൾ എന്നോടൊപ്പം ജീവിക്കാൻ വരാമെന്ന് പറഞ്ഞവളാണ് എന്നെ കഴിഞ്ഞ മാസം എൻ്റെ മോൻ്റെ അമ്പലത്തിലൊരു ചടങ്ങിന് പോയി ഇവള് ചെയ്ത പ്രവൃത്തി നാട്ടിലിപ്പോൾ എനിക്ക് പൊതുവേദിയിൽ പറയാൻ പറ്റത്തില്ല. ആ രീതിയിൽ എന്നെ ചെയ്തു. പറഞ്ഞോളൂ, ഞങ്ങൾക്ക് അറിയണമല്ലോ. നാട്ടുകാരും കൂടെ കേൾക്കണ്ടോ? തീർച്ചയായിട്ടും അതിൻ്റെ മക്കള് സാക്ഷിയാണ്. മോന്റെ നാവില് ശൂലം കുത്തിയതാണോ? നാവില് ശൂലം കുത്തി. ഞാനാണ് അവിടെ പോയി മോൻ്റെ കൂടെ നിന്നത്. മോൻ്റെ കൂടെ നിന്നിട്ട് ഇവക്കൊരു വാശി, എന്നെ വീട്ടിൽ വിളിച്ചുകൊണ്ട് ചോറ് തരണമെന്ന്, ആഹാരം കഴിക്കാൻ വിളിച്ചു. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ഞാൻ പോകത്തില്ല. ഞാൻ സ്വാഭാവികമായിട്ട് ഞാൻ ഒഴിഞ്ഞു. ഞാൻ അവിടെ നിന്ന് ഞാൻ ഓട്ടോറിക്ഷയെ കൊണ്ടുപോയത്. അവിടെ നിന്ന് ഇവരെ ബന്ധുക്കളുടെ അടുത്ത് തന്നെ അവിടെ നിന്ന് സഹകരിച്ച് രാത്രി വരാൻ നേരത്ത് ഇവൾ ഒരു വാശി എന്നെ പുറകെ കൂടെ വന്ന് എൻ്റെ ശരീരം മൊത്തവും പിടിച്ച് തള്ളി. എൻ്റെ കൈ കയറി ഇവളെ ചെവിയിൽ തട്ടിയായിരുന്നു, ശാലം മുറിഞ്ഞായിരുന്നു. അപ്പോൾ ഇവൾ ആങ്ങളെയൊക്കെ വന്നപ്പോൾ പറഞ്ഞ് ഞാൻ അടിച്ചതാണെന്ന് പറഞ്ഞു. എൻ്റെ മക്കൾ സാക്ഷി നിർത്തി ഇവളെന്നെ ചവിട്ട് വരെ ചെയ്തായിരുന്നു. അപ്പം മാഡം മക്കള് സാക്ഷിയുണ്ട് ആ സമയത്ത്? മക്കള് പറയോ ഇല്ലയെന്ന് എനിക്കറിയില്ല. മക്കള് വിളിക്കും. മക്കളെ മുമ്പ് വെച്ച് ഇവളെന്നെ ചെയ്തത് ഒരു ആണുങ്ങൾ ചെയ്യുന്നതിനെക്കാട്ടിയുള്ള പ്രവൃത്തിയാണ് ഇവളെന്നെ ചെയ്തത്. എന്റെ കർമ്മസ്ഥാനമൊക്കെ പിടിച്ചു ഉടച്ച് വല്ലാത്ത രീതിയിലാണ്. സത്യം സമൂഹത്തിന് മുന്നിൽ പറയാൻ പറ്റത്തില്ല. അതിനുള്ള തെറ്റൊന്നും ഞാൻ ഇവർക്ക് ചെയ്തിട്ടില്ല, എൻ്റെ മക്കൾക്ക് ചെയ്തിട്ടില്ല. എന്നെ കോടതി ശിക്ഷിച്ചാലും ശരി, അങ്ങനെയുള്ള തെറ്റൊന്നും ദുശലയ്ക്ക് ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ ശരീരം കൊണ്ടായാലും ശരി, ഞാൻ എൻ്റെ മക്കളെ ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല. ഞാൻ നോക്കിയിട്ടേ ഉള്ളൂ. ഒരു സെക്കൻഡ്, അച്ഛൻ ശിവപ്രസാദിന് വേറെ രഹസ്യമായിട്ട് ഒരു കല്യാണം കഴിച്ചു തന്നിട്ടുണ്ടോ? ഇല്ല. വേറെ സ്ത്രീയുമായിട്ട് ഇപ്പൊ ബന്ധമുണ്ടോ? തീർച്ചയായിട്ടും. ഇതെന്തു സാറേ? അല്ല, ചോദിക്കാൻ അറിയാൻ. എൻ്റെ അച്ഛൻ എനിക്ക് അങ്ങനെ ഒരു ബന്ധം ഉണ്ടാക്കി തരുമോ? എൻ്റെ അച്ഛൻ ഇവൾക്ക് അതുപോലെ നോക്കിയൊരു സ്ത്രീയാണ് മരുമകളായിട്ട്. അവരെയാണ് ഇവള് തള്ളി പറഞ്ഞത്. എൻ്റെ അമ്മ 2.5 വർഷം ഒരു കിടപ്പായിരുന്നു. ഇവള് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. എൻ്റെ അമ്മ മരിക്കുന്ന കാലം വരെ ഈ ഒരു മരുമോളെന്നൊരു സ്ഥാനമോ അവൾക്ക്. എൻ്റെ അമ്മ ഒരു ക്ഷേത്രത്തിലെ വായനക്കാരിയായിരുന്നു. വായിച്ചിട്ട് വരുന്നതിൻ്റെ ഓഹരി ഒളിച്ചു വെക്ക് കൊണ്ടു കൊടുക്കും. മാലയായാലും അരി സാധനങ്ങളായാലും
എന്ത് വേണേൽ മേടിച്ചോ. അവൾ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല ഈ ഭാര്യ എന്ന് പറഞ്ഞാൽ ഈ ദുഷള. ആ അമ്മ കിടക്കില്ല, ഗവൺമെൻറ് ആശുപത്രി കിടക്കുകയായിരുന്നു. അമ്മേനെ തിരക്കിയാൽ എല്ലാവർക്കും അറിയാം. ഇവളെന്ന് പറഞ്ഞാൽ മകളായിട്ടും നാത്തൂനായിട്ടും കൊണ്ട് നടന്നൊരു സ്ത്രീയാണ്. ഇവള് തിരിഞ്ഞു പോലും നോക്കിയിട്ടിട്ട് മാനുഷിക ഭരണം ഇവള് കൊടുത്തിട്ടില്ല അമ്മയുടെ മുന്നിൽ. അവളെ ചിന്ത ഞാൻ ഉണ്ടാക്കുന്ന പണമല്ല എൻ്റെ അച്ഛനും ജ്യേഷ്ഠനും സഹോദരങ്ങൾക്കും. എൻ്റെ അച്ഛനിപ്പോൾ ഇപ്പം ജോലിക്കൊന്നും പോകുന്നില്ല, പുള്ളി എൻ്റെ കൂടെ ഉണ്ട്. ആ പുള്ളീനെ ഒരു നേരത്തെ ആഹാരത്തെ ഞാൻ കൊടുക്കുന്നുള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. പുള്ളി ആശുപത്രിയിലായ ഒരു നേരം ഞാൻ എൻ്റെ രക്ഷകർത്താക്കളെ നോക്കേണ്ടെന്ന് ഒരു കോടതിയും പറയത്തില്ല. ആ നോക്കുന്നതിലാണ് ഇവർക്ക് ഇത് കുറ്റമായിട്ട് തോന്നിയത്. സ്വന്തമായിട്ട് വീടുണ്ടോ ഇപ്പം പഞ്ചായത്തിൽ നിന്ന് എനിക്കൊരു വീട് കിട്ടി. അതിൻ്റെ പണി നടന്നുകൊണ്ട് ഷീറ്റ് ഇട്ട് 2 റൂമും 1 ഹാളും. അടുക്കള കെട്ടണം. കടക്കില് അതങ്ങനെ കിടക്കുകയാണ്. പിന്നെ കഥ വിട്ടിട്ടില്ല. ഒരുപാട് പണികൾ. കടക്കിൽ എവിടെയാ? വെള്ളാരവട്ടം. കോട്ടപ്പുറത്താണ്. കോട്ടപ്പുറത്ത് പ്രോപ്പർട്ടി വെള്ളാരവട്ടമാണ്. കോട്ടപ്പുറത്താണ് താമസം. ഇപ്പൊ ദുശ്ശളയ്ക്കാണെങ്കിൽ നിങ്ങളോട് ഒരു വിഷമവും ഇല്ല, ദേഷ്യവും ഇല്ല, പക്ഷേ ഒരു പരാതി പറയുന്നില്ല. പക്ഷെ ദുശ്ശളയ്ക്ക് ഇങ്ങനെയാണെങ്കിൽ എന്നെ ഈ 5 വർഷം കൊണ്ട് ദുശ്ശള മാനസികമായിട്ട് ഇങ്ങനെ ഇതേ രീതിയിൽ ചെയ്തുകൊണ്ട് ഈ ഞങ്ങളെ കൊണ്ട് ഇത് പറയാൻ പ്രേരിപ്പിക്കുന്നത്, നിങ്ങളെക്കുറിച്ച് ഏതെങ്കിലും വിധത്തിലുള്ള പരാതി അവരുടെ മനസ്സിൻ്റെ ഏതെങ്കിലും ഒരു കോണിലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ വളരെ വ്യക്തമായ രീതിയിൽ ഞങ്ങൾ 3 പേരും 3 രീതിയിൽ ആക്രമിച്ചത് അവർ പറഞ്ഞെന്താണെന്നറിയോ? ഭർത്താവിനെ കുറിച്ച് എനിക്ക് യാതൊരു പരാതിയും ഇല്ല എന്ന് തന്നെയാണ്. അത് ഭാര്യ പറഞ്ഞത്. അത് ഇവിടെ ഞങ്ങളുടെ മുമ്പിൽ പറഞ്ഞു. ഞങ്ങൾക്ക് അതല്ല. എന്നിട്ട് അവർ കൂട്ടിച്ചേർത്ത ഒരു വാദവും കൂടെ പറഞ്ഞു തരാം. ഞാനൊന്നും കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് പരസ്പരം വല്ലവരും പറയുന്നത് കേട്ടാൽ ഞാനത് വിശ്വസിക്കില്ല. എൻ്റെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അച്ഛൻ പറഞ്ഞ് വിശ്വസിക്കുന്നില്ല. അമ്മ പറഞ്ഞിട്ടുണ്ടോ, വിശ്വസിക്കുന്നില്ല. എൻ്റെ ഭർത്താവ് അങ്ങനെയല്ല എന്ന ഒരു ഗുഡ് എൻട്രി സർട്ടിഫിക്കറ്റാണ് നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാര്യ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. പക്ഷേ എൻ്റെ ഭാര്യയെക്കുറിച്ച് എനിക്ക് ജീവിച്ചു പോകാനുള്ള ചുറ്റുപാടിലുള്ള ഒരുക്കങ്ങളല്ല ഇത്രയും കാലം തന്നിരിക്കുന്നത്. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ 5 വർഷത്തെ പ്രശ്നങ്ങളോ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത് അവരുടെ ജീവിതത്തിൽ നിന്നുണ്ടായ സാഹചര്യങ്ങളുടെ ഫ്രസ്ട്രേഷൻ കൊണ്ടൊക്കെ ഉണ്ടായതായും അങ്ങനെയൊക്കെ സംസാരിക്കും. വിദ്യാഭ്യാസവും കുറവാണ്, അവർക്ക് അതിനുള്ള വരുമാനമില്ല ജീവിക്കാൻ. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാകാം. പക്ഷെ അതിനൊക്കെ ഇന്ന് കൗൺസിലിങ്ങുകളുണ്ട്. അതിനെല്ലാം നികത്തി കൊണ്ടുപോകാൻ സമൂഹത്തിൽ നമുക്ക് ഇതൊക്കെ ചെയ്തു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഹൈക്കോടതിയൊക്കെ ചേർന്ന് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇന്ന് കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? ഇതാ ഈ മാഡം പറഞ്ഞു തരും. ചൈൽഡ് റൈറ്റ്സ് കമ്മീഷൻ ഇവിടെയുണ്ട്, പിന്നെ CWC എന്ന് പറഞ്ഞ സ്ഥാപനമുണ്ട്. ആ 3 കുട്ടികളെ കൊണ്ടൊരു പരാതി അവിടെ കൊടുപ്പിച്ചുകൊണ്ടല്ലോ ഈ അച്ഛനും അമ്മയും ഓടിയാൽ മുഴുക്കില്ല. അവരുടെ അവകാശങ്ങളെയാണ് നിങ്ങളിപ്പോൾ ഹനിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കുട്ടികൾക്ക് നല്ല സന്തോഷകരമായ രീതിയിൽ വളർന്നു വരാനുള്ള സാഹചര്യങ്ങൾ അടുപ്പിച്ച് കൊടുക്കുകയാണ് അച്ഛനും അമ്മയും ചെയ്യേണ്ടത്. ദുശ്ശളയോട് പറയാനുള്ളത്, ദുശ്ശള ഞാൻ ആദ്യം മുതൽ ഇവിടെ സംസാരിച്ചപ്പോൾ മുതൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവിടെ വേറെ ഒന്നുമല്ല പ്രശ്നം, ദുശ്ശളയുടെ നാക്കാണ്. ദുശ്ശളയുടെ നാവാണ് ഇതിന് ഏറ്റവും വലിയ പ്രധാനം. അതിന് നിങ്ങൾ 2 പേരുടെയും റിയാക്ഷനിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ഈ സപ്പോർട്ടുകൾ എത്രമാത്രം ഉണ്ടെന്ന്. അതുകൊണ്ടാണ് ഒരു വാക്ക് ആ അച്ഛൻ പറഞ്ഞത്. ഞാനത് റിപ്പീറ്റ് ചെയ്യണില്ല. യു ഡു റിമെമ്പർ, അച്ഛൻ പറഞ്ഞു എന്ന് പറഞ്ഞ വാക്ക് ആ ഒറ്റ കാരണമാണ്. കാരണം ഈ സപ്പോർട്ട് ഇവിടെ നിന്നും ഉണ്ട്. നമ്മുടെ രാജ്യത്ത് ഭാരതീയ സംസ്കാരം അനുസരിച്ച് ഇവിടെ പെണ്ണ് എപ്പോഴും കുറച്ചൊന്ന് താഴ്ന്നു പോകണം എന്നൊക്കെ ഉള്ളൊരു ചിന്താഗതിയുണ്ട്. ഇന്നതൊന്നും നടക്കത്തില്ല, മനസ്സിലായില്ലേ? ഇന്ന് അതൊക്കെ പണ്ടത്തെ കാലമാണ്. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര ബഹുമാനം വേണം. നിങ്ങളങ്ങനെ ബഹുമാനിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പരസ്പരം സ്നേഹിച്ച് അതിന് മാത്രമല്ല, നിങ്ങൾ ജനിപ്പിച്ച കുട്ടികളുടെ ഭാവി, അതിൻ്റെ സുരക്ഷിതത്വം അച്ഛനും അമ്മയുമായ നിങ്ങൾക്ക് 2 പേർക്ക് മാത്രമാണ്, വേറെ ആർക്കുമല്ല. അതുകൊണ്ട് ഭാര്യ ഇങ്ങനെ പറഞ്ഞ് കുറേ കുറ്റം പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ തോന്നിയ വഴിക്ക് നടക്കുക, നിങ്ങളെ കുറേ കുറ്റം പറഞ്ഞ് അവരെ തോന്നിയ വഴിക്ക് നടക്കുക. കുട്ടികൾ നാളെ വേറെ അവരെ വഴിക്ക് പോകും. 2 പെൺകുട്ടികളാണ്, ഒരു മകനുണ്ട്. ഇത് നിങ്ങളുടെ ഈ ചോരയും നീരിയും വൈരാഗ്യവും വാശിയും ഒക്കെ തീരുന്ന ഒരു സമയം വരും. അന്ന് അവരുടെ ആവശ്യം നിങ്ങൾക്ക് വരും. അതിന് അവർക്ക് ഇന്ന് നിങ്ങൾ തുണയായില്ല, സ്നേഹം കൊടുത്തില്ലെങ്കിൽ അന്ന് നിങ്ങൾക്ക് തിരിച്ചു കിട്ടില്ല. സ്നേഹം കൊടുത്ത് വളർത്തുന്ന പിള്ളേരെ നോക്കുന്നില്ല, പിന്നെയാണ് ഇങ്ങനെയുള്ളത്. അതുകൊണ്ട് അവിടെ ഇവിടെയും ജീവിക്കാതെ ഭർത്താവ് 2 വാക്ക് എനിക്ക് പറയണം. ദുശ്ശളയായിട്ട് ഞാനിപ്പോൾ ഒരു 15 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട്. ഏകദേശം ഞാൻ കണക്കൂട്ടി നോക്കുമ്പോഴത്തേനും ഞാൻ ആ 4 വർഷം ഗൾഫിലായിരുന്നു. വന്ന് എനിക്ക് ഒരു ആക്സിഡന്റ് പറ്റി ഞാൻ ആശുപത്രി കിടന്നാൽ പോലും ഈ ദുശ്ശള എന്നെ നോക്കുമെന്ന് എനിക്കൊരു ഉറപ്പമില്ല. കാര്യം അങ്ങനെ കിടന്ന സമയത്ത് പോലും ഇവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അന്ന് അന്ന് ദുശ്ശള എന്ന് പറഞ്ഞൊരു മനസാക്ഷിയുള്ളൊരു സ്ത്രീ ആണെങ്കിൽ ഇതിൻ്റെ ഇവിടെ വന്ന് ഞാൻ ഇരിക്കേണ്ട ഒരു കാര്യമില്ല. എന്നെ ഞാൻ മെഡിക്കൽ കോളേജിൽ കിടക്കുന്ന സമയത്ത് ഈ ദുശ്ശള എന്ന് പറഞ്ഞ വ്യക്തി അങ്ങനെ എന്നെ നോക്കുന്ന ഒരു സ്ത്രീ ആയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ സാറിൻ്റെ മുന്നിൽ ഞാൻ വന്നിരിക്കേണ്ട ആവശ്യമില്ല.
അതോടുകൂടി ഈ തീർന്നതിന് ലോകത്ത് സംഭവിച്ചു പോയ കാര്യങ്ങളൊക്കെ അതുവഴി തന്നെ നിലനിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും. ജീവിക്കാൻ പക്ഷെ പറ്റും. ഇനിയും എന്നെ നോക്കുമെന്നോ എനിക്ക് യാതൊരു ഉറപ്പ്. അത് നോക്കോ ഇല്ലേന്ന് പരീക്ഷിക്കാതെ നമുക്ക് പറയാൻ പരീക്ഷണം പറ്റും. ഇനി എനിക്ക് അവളോടൊപ്പം എനിക്ക് ജീവിക്കാനാണ്. ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു അസസ്മെന്റിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് ആ മക്കളുമായിട്ടൊന്ന് സംസാരിക്കാം, എന്നിട്ട് നമുക്കൊരു അസസ്മെന്റിലേക്ക് വരാം. നമ്മൾ വിൽ ഗോ ഫോർ എ ബ്രേക്ക് നൗ. കുഞ്ഞുങ്ങളുമായിട്ടൊന്ന് സംസാരിച്ചിട്ട് വരാം. കാരണം വളരെ ചെറിയ കുട്ടികളല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവരോട് സംസാരിച്ചാൽ ഏകദേശം അറ്റ്ലീസ്റ്റ് അവരെ പറഞ്ഞു കൊടുത്ത് ട്യൂട്ടർ ചെയ്താൽ പറയണെന്നെങ്കിലും നമുക്ക് മനസ്സിലാക്കാം. ഇവരെ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ഇതുപോലെ കേസുകൾ എടുക്കുന്നത്. നമുക്ക് ഇവിടുന്ന് ചെറിയ ബ്രേക്ക് എടുക്കാം സാർ. കുട്ടികളുമായിട്ട് സംസാരിച്ചിട്ട് തിരിച്ചു വരാം. വിൽ ഗോ ഫോർ എ ഷോർട്ട് ബ്രേക്ക്. ഏതായാലും നമ്മൾ കുട്ടികളുമായിട്ട് സംസാരിച്ചു. എന്തൊക്കെ അവർ പറഞ്ഞു എന്നുള്ളത് ഞാനിവിടെ വെളിപ്പെടുത്തുന്നില്ല, കാരണം അതിൻ്റെ പ്രസക്തിയില്ല. അവർ ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം വ്യക്തമായി ഞങ്ങൾക്ക് എല്ലാവർക്കും, നിങ്ങൾ രണ്ടുപേരും ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ട്. യാതൊരു സംശയവുമില്ല ആ കാര്യം. ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെച്ചു എന്ന് മാത്രമല്ല, ചില കാര്യങ്ങൾ വളച്ചൊടിച്ചാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. കുട്ടികളുടെ വർത്തമാനത്തിൽ നിന്ന് ഞങ്ങൾക്ക് ക്ലിയറായി. ഞങ്ങൾ കുട്ടികളുടെ എന്ത് പറഞ്ഞു എന്നുള്ളത് പറയാതിരിക്കാൻ കാരണം ഞാൻ പറയാം. കാരണം ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ നിങ്ങൾ കുട്ടികളെ കയറി വല്ലതും ചോദിച്ചു കഴിഞ്ഞാൽ അത് അവർക്ക് പ്രശ്നമാവും. നീ എന്തിനാ അങ്ങനെ പറഞ്ഞേ, നീ എന്തിനാ ഇങ്ങനെ പറഞ്ഞേ, അങ്ങനെയല്ലേ ഉണ്ടായേ, കാരണം നിങ്ങളുടെ കൂടെ നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ പറയില്ല. പക്ഷെ അത് ഒരു കാര്യം വ്യക്തമായി ഞങ്ങൾക്ക് എല്ലാവർക്കും, പല കാര്യങ്ങളും നിങ്ങൾ വളച്ചൊടിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പല കാര്യങ്ങൾ നിങ്ങൾ മക്കളോട് പറയാൻ പാടില്ലാത്തത് ചിലതൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുമുണ്ട് മക്കളോട്. പിന്നെ പലതും മറച്ചു വെച്ചിട്ടുണ്ട്. ഏതായാലും ആ ഒരു വെളിച്ചത്തിൽ, മക്കളോട് സംസാരിച്ച ആ ഒരു വെളിച്ചത്തിൽ ഞങ്ങൾ ചില കാര്യങ്ങൾ മനസ്സിൽ കണക്കൂട്ടി വെച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് സംസാരിക്കാം. അതിനു മുമ്പ് നിങ്ങളുടെ അച്ഛൻ വന്നിട്ടില്ലേ, അച്ഛനെ ഞാൻ ഈ വേദിയിലേക്ക് വിളിക്കുന്നു. കമലാസനൻ വരൂ. ഇന്ന് വിവിധ മേഖലകളിൽ നടക്കുന്ന സാമൂഹിക പ്രശ്നങ്ങളും അവയ്ക്കുള്ള പരിഹാരങ്ങളും ചർച്ച ചെയ്തുകൊണ്ട് പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ മേജർ രവി അവതാരകനായി എത്തുന്ന ഉണരുന്ന കേരളത്തിലേക്ക് സ്വാഗതം. എല്ലാ ഞായറാഴ്ചയും രാത്രി 8 മണിക്ക് ഉണരുന്ന കേരളം. എന്താ ജോലി? കൃഷിപ്പണിയാണ്. കൃഷി? എന്ത് കൃഷി? വയൽ നെൽകൃഷി. നെൽകൃഷി? പാടത്തിലെ കൂലിപ്പണി. പാട്ടത്തിന് എടുത്തിട്ടാണോ? നല്ല കൂലിപ്പണിയാണ്. കൂലിക്ക്? കൃഷി പാടത്ത് പണിയെടുക്കുന്നതിന് നിങ്ങൾ ഇതെടുക്കാം, അല്ല നിങ്ങൾ കൂലിക്ക് പോകുന്നതാണ്? അതെ. അല്ല നിങ്ങൾ പാട്ടത്തിന് എടുത്തിട്ടല്ല? സ്വന്തമായിട്ട് സ്ഥലമുണ്ടോ? സ്വന്തമായിട്ട് 3 സെന്റ് സ്ഥലമാണ്. ഇപ്പൊ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയത്? ഭാര്യ കുറച്ച് 2-3 കൊല്ലം മുമ്പ് മരിച്ചു. ഒരു 5 വർഷം കൊണ്ട് ന്യൂറോളജിയിലായിരുന്നു. ന്യൂറോളജി? അപ്പോൾ ന്യൂറോളജിയിൽ ഏതാണ്ടൊരു 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ഈ രോഗം അറിയില്ലായിരുന്നു. അങ്ങനെ എന്നോട് ചോദിച്ചു, എന്ത് രോഗമായിരുന്നു അവർക്ക്? ഈ മഞ്ഞക്കാമല. മഞ്ഞക്കാമല? മഞ്ഞപ്പിത്തം വന്നു? പണ്ടുണ്ടായിരുന്നു കുട്ടിയിലെ. ഇത് ഉള്ളിലങ്ങണ്ട് കിടന്ന് അത് പല രോഗമായിട്ടങ്ങ് മാറി. മരിക്കുന്ന സമയത്ത് നിങ്ങൾ കുവൈറ്റിലായിരുന്നു? ഞാൻ കുവൈറ്റിലായിരുന്നു. വിവരം അറിഞ്ഞിട്ട് വരിക ചെയ്തു. നിങ്ങൾ വന്ന് ബോഡി കണ്ടില്ലേ? കാണാൻ പറ്റിയില്ല. അതിനു മുമ്പ് വരാൻ പറ്റില്ല. ഞാൻ അതിന്റെ പിറ്റന്നാണ് എത്തുന്നത്. അത് ശരി. അമ്മയുടെ ബോഡി കാണാൻ പറ്റിയില്ല. അത് വിഷമമുണ്ടോ അല്ലേ മനസ്സിന്? പിന്നെ തീരാ ദുഃഖമാണ്. അമ്മ ഞങ്ങളെ അതുപോലെ വളർത്തിയത്. അച്ഛൻ ഈ പണിയെടുത്ത് തന്നെയാണ് നിങ്ങളെ വളർത്തിയത്? തീർച്ചയായിട്ടും. വായനയ്ക്ക് പോവോ? അമ്മ പോവായിരുന്നു. അമ്മ പോവായിരുന്നു. എന്റെ ജ്യേഷ്ഠൻ പോകുന്നുണ്ട്. ഈ മകനെ ഒരു വലിയൊരു ആരോപണം നിങ്ങളുടെ മരുമകൾക്ക് നിങ്ങളോടുണ്ട്. പലതവണ നിങ്ങൾ അവരെ വീട്ടിൽ പോയിട്ട് എൻ്റെ മകനെ ഒഴിവാക്കി തരണം എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? അത്രേ? കമലാസനോടാ ചോദിക്കുന്നത്. 2002 എൻ്റെ മകനെ കൊണ്ട് വിവാഹം ചെയ്യിക്കുന്നത് ഈ തള്ളയും ഇവരുടെ അച്ഛനുമായിട്ടാണ്. 2002 സംഭവം പറയുന്നതിൽ സത്യമായി പറയണം, സത്യമായിട്ട് ഇവിടെ തീരണം.
കല്യാണത്തിൻ്റെ അന്ന് 3-ൻ്റെ അന്ന് ഈ ഇരിക്കുന്ന മരുമോൾ എൻ്റെ വീട്ടിൽ നിൽക്കുമ്പോൾ ഈ തള്ളയും ഈ അച്ഛനും കൂടി വീട്ടിൽ വരുമ്പോൾ നമ്മൾ എന്തിനു വന്നു എന്ന് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. കല്യാണത്തിൻ്റെ 3-ൻ്റെ അന്ന് അവരുടെ അവസ്ഥ എന്നോട് പറഞ്ഞു. 2 പവന്റെ പണ്ടം നിങ്ങൾ കൊടുത്തു. അത് ഈ പൈസ കൊടുത്തതിന് ശേഷം ഒരു 30 ദിവസത്തെ അവധി പറഞ്ഞു. ഈ 30 ദിവസം കഴിഞ്ഞപ്പോൾ അവർ വന്ന് പറഞ്ഞു, അണ്ണാ അല്പ ബുദ്ധിമുട്ടുണ്ട്, കല്യാണത്തിന് മുമ്പ് കിടക്കാടം 5 സെൻറ്റ് സ്ഥലം മേടിച്ചു തരാമെന്ന് പറഞ്ഞാണ് ഒരു വിവാഹം ചെയ്യിക്കുന്നത്. വസ്തു 15 സെൻറ്റ് സ്ഥലമുണ്ട്, അത് നമ്മൾ കൊടുത്ത് ഈ വസ്തുവും മേടിച്ചു തരാം, ഈ സാധനം ഇഞ്ഞെടുത്ത് തരാം, കൊച്ചിനിട്ട സ്വർണം തരണമെന്ന് പറഞ്ഞു. അപ്പം ഞാനൊന്ന് ആലോചിച്ചപ്പോഴത്തേക്ക് എനിക്കതൊരു വലിയ പ്രയാസമായിപ്പോൾ. കാരണം വിവാഹം കഴിഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോഴത്തേക്ക് നമ്മൾ കൊടുക്കുമ്പോൾ സ്വർണം കൊടുത്തയക്കാൻ എനിക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ടല്ല, ആ സ്വർണം ഒന്ന് അപ്പോഴേ ഏൽപ്പിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ചില കഥകളുണ്ട്. അത് ഞാൻ ഓർത്തപ്പോൾ എനിക്കതൊരു പ്രയാസമായിപ്പോയി. തമാശയുടെ തൃശൂർ പൂരത്തിന് അരങ്ങൊരുങ്ങുന്നു. ഹാസ്യോത്സവ ആഘോഷത്തിന് മേളക്കൊഴുപ്പുമായി അവരെത്തുന്നു. കോമഡിയുടെ കമ്പക്കെട്ടുമായി നെൽസൺ, ചിരിയുടെ മാലപ്പടക്കവുമായി ഉല്ലാസ് പന്തളം, തമാശയുടെ കുടമാറ്റവുമായി ബിനു അടിമാലി. അതെ, ഒപ്പം അവതാരകയായി മിനി സ്ക്രീൻ രാജകുമാരി അശ്വതിയും. കോമഡി രാജാക്കന്മാരോടൊപ്പം മിനി സ്ക്രീനിൽ ആദ്യമായി പ്രേക്ഷക പങ്കാളിത്തവും കൂടിച്ചേരുന്ന കോമഡി ഷോ. തമാശയുടെ പുതുപുത്തൻ മസാലക്കൂട്ടുമായി കോമഡി മസാല. തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 8 മണിക്ക്. വേറെ ഒന്നും നോക്കിയിട്ടില്ല, വരുന്നിടത്ത് വെച്ച് കാണാം. മാല ഊരി അവർക്കും കൊടുക്കുകയും ചെയ്തു. എത്ര? 2 പവന്റെ? 2 ഉണ്ടോ 3 ഉണ്ടോ 4 ഉണ്ടോ എന്നറിയില്ല. അവർ 5 പവൻ്റെ ഇട്ടെന്നാണ് പറയുന്നത്. ആദ്യം കൊടുത്തതിന് പുറമേ നിങ്ങൾ രണ്ടാമത്? ഇല്ല, മൊത്തം 5 പവൻ ഉണ്ട്. ഇത് ഉണ്ടെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. നമ്മളത് പരിശോധിച്ചില്ലല്ലോ, നമ്മളത് എടുത്തതുമില്ല. അത് ഊരി അവരെ കയ്യിൽ കൊടുത്തൊരു 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എടുത്തു തരാമെന്നാണ് പറഞ്ഞ. 30 ദിവസത്തെ അവധി പറഞ്ഞു എടുത്തു തരാമെന്ന് പറഞ്ഞു. ഇവരെ കണ്ടില്ല. അപ്പോൾ എൻ്റെ മരുമകളോട് ഞാൻ ചോദിച്ചു, അച്ഛനെയും അമ്മേനെ ഇങ്ങോട്ട് കാണുന്നില്ലല്ലോ. അപ്പോഴാണ് പുള്ളി എന്നോട് പറയുന്നത്, അച്ഛാ അത് അവർ വരും, നമ്മുടെ വീട്ടിൽ ഇത്തിരി പൈസയുടെ കുറവുണ്ട്, അതുകൊണ്ട് മാല എടുത്തു തരും. ഞാൻ പറഞ്ഞു, ഞാൻ മാല ചോദിച്ചില്ലല്ലോ, കാണാത്ത കാര്യമല്ലേ ചോദിച്ചുള്ളൂ. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് മറുപടി പറഞ്ഞു, എൻ്റെ ചേട്ടത്തിയുടെ മകളെ വിവാഹം ഗുരുവായൂർ നടക്കുന്നു. അപ്പോൾ ഈ പെൺപിള്ളേരില്ലാത്തതുകൊണ്ട് ഈ ആഗ്രഹങ്ങൾ ആണുങ്ങൾക്ക് കാണുമല്ലോ. വിശേഷിച്ചും കൃഷിയൊക്കെ ഭാര്യയുടെ കൃഷി ചെയ്ത് നെല്ലുമൊക്കെ വീട്ടിനകത്തുണ്ട്. തള്ളയും ഇയാളും കൂടെ പോകാനൊരുങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, നിങ്ങൾ പൊക്കോ, ഞാൻ മരുമകൾ കൂടെ ഉണ്ടല്ലോ, ഞങ്ങൾ വരുന്നില്ല. അപ്പോൾ പുള്ളിക്ക് 2 മാസം ഗർഭിണിയും കൂടിയാണെന്ന് അറിഞ്ഞപ്പോൾ ഒരു വലിയൊരു സന്തോഷമൊക്കെ ഉണ്ട്. ബസ്സിലിരിക്കാനൊക്കത്തില്ലെന്ന് ഡോക്ടർ പറയുകയും ചെയ്തു. അങ്ങനെ ഞാൻ പറഞ്ഞു, മോളെ നീ പോകണ്ട, ഞാനുണ്ടല്ലോ ഇവിടെ. അത് കേട്ടില്ല. അദ്ദേഹത്തിന് ഇവിടെ വീട്ടിൽ നിൽക്കാൻ വയ്യ. അപ്പോഴേ ഞാൻ മോനടുത്ത് പറഞ്ഞു അവരെ വീട്ടിലങ്ങാക്കാൻ. അങ്ങനെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഇവർ കല്യാണവും കഴിഞ്ഞ് അതിലേ വന്നപ്പോൾ അമ്മ വിളിച്ചു, എന്ത് ഒരുങ്ങ് പോകാൻ, വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. ഇദ്ദേഹം മിണ്ടിയില്ല, മൈൻഡ് ചെയ്തില്ല. ഏതാണ്ടൊരു 7 മണി ആയപ്പോഴത്തേക്ക് അവൾ പറഞ്ഞു, എന്ത് നീ വരാത്ത, ഞാൻ പോവുകയാണ്, നീ വരുന്നെങ്കിൽ വാന്നും പറഞ്ഞുകൊണ്ട് ഇയാളവിടെ നിന്നു. അവസാനം ഇയാൾ വിളിച്ചിട്ടും വന്നില്ല. സത്യം പറയുകയാണ്, ഇയാൾ വിളിച്ചിട്ടും വന്നില്ല. പിന്നെ ആ വഴിക്ക് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് വിളിക്കാൻ പോയില്ല. സത്യം അതാണ്. ഒരച്ഛനും ഒക്കെ വന്നപ്പോഴത്തേക്ക് അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തിന് ഭർത്താവ് വിളിച്ച സ്ഥാനത്ത് മകൾക്ക് വരാൻ വയ്യെങ്കിൽ പിന്നെ ഇനിയിപ്പോൾ അങ്ങോട്ട് ഒന്ന് വിളിക്കേണ്ട ഒരു കാര്യമില്ല. അമ്മ വിളിച്ചു, മകൻ വിളിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹം അവിടെ നിന്നു. അങ്ങനെ നാളുകൾ കഴിഞ്ഞ് ആ മൂത്ത കുട്ടിയുടെ നൂലൊക്കെ കഴിഞ്ഞ് പൊങ്കാലയൊന്നും വിടാൻ ഞങ്ങൾ കിട്ടിയില്ല. അവസാനം എൻ്റെ അളിയൻ്റെ മൂത്ത മകൾ ഇല്ല, അവരെ അറിയിച്ചില്ല. അതിനൊക്കെ ഇടവും തന്നില്ല അവർ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതിയും അറിയിക്കാം. വിലാസം: പ്രൊഡ്യൂസർ, കഥയില്ലത് ജീവിതം, അമൃത TV, ഗാന്ധിനഗർ, വഴുതയ്ക്കാട്, തിരുവനന്തപുരം 14. ഇമെയിൽ: ജീവിതം@amൃതtv.com.